എന്താണ് സ്കേബീസ്? ഇതൊരു ഹ്യൂമൻ ആർത്രോപോഡ് പാരസൈറ്റ് ആണ്. ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. സ്കേബീസ് വരാനുള്ള പ്രധാന കാരണം എന്ത്? സ്കേബീസ് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്താണ് വരുന്നത്? ഞാൻ ഡോക്ടർ ഹെലീന പീറ്റർ, അടൂർ റിഹ സ്കിൻ കെയർ ക്ലിനിക് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്ക് സ്കേബീസ് എന്ന ഇൻഫെക്ഷനെ കുറിച്ച് കേൾക്കാം. എന്താണ് സ്കേബീസ്? ഇതൊരു ഹ്യൂമൻ ആർത്രോപോഡ് പാരസൈറ്റ് ആണ്. ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. എന്താണ് ഇതിന് കാരണമായ മൈറ്റ്? സാർകോപ്റ്റസ് സ്കേബീസ് വാർ ഹോമിനിസ് എന്ന പേരുള്ള ഒരു മൈറ്റ് ആണ് ഈ ഇൻഫെക്ഷന് കാരണം. ഇത് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വഴിയാണ് പടരുന്നത്. പേഴ്സണൽ ബിലോങ്ങിങ്സ് ഷെയർ ചെയ്താൽ വളരെ പെട്ടെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാം. സ്കേബീസ് വരാനുള്ള പ്രധാന കാരണം എന്ത്? 1. വ്യക്തി ശുചിത്വം ഇല്ലായ്മയാണ്. 2. ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ തങ്ങുന്നതാണ്. ഇതെല്ലാം സ്കേബീസ് മൈറ്റ് പടരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. സ്കേബീസ് നമ്മുടെ ശരീരത്ത് ഏതെല്ലാം ഭാഗത്താണ് വരുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വിരലുകൾക്കിടയിൽ, അതായത് ഫിംഗർ വെബ്സ്, ടോ വെബ്സ്, ഈ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നീട് നമ്മുടെ കൈത്തണ്ടയ്ക്കുള്ളില്, നമ്മുടെ കക്ഷഭാഗത്ത്, നമ്മുടെ പ്രൈവറ്റ് ഏരിയയില്, മെയിൽസില് സ്ക്രോട്ടം, പെനിസ് എന്നീ ഭാഗത്തും, ഫീമെയിൽസില് വജൈന, അതുപോലെ ബ്രസ്റ്റ്, ഏരിയോള, ഈ ഭാഗങ്ങളിലെല്ലാം സ്കേബീസിന്റെ ഇൻഫെക്ഷൻ കാണാറുണ്ട്. എന്താണ് സ്കേബീസ് ഇൻഫെക്ഷന്റെ ലക്ഷണം? ഇത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിശക്തമായ ചൊറിച്ചിലും ചൊറിഞ്ഞു പൊട്ടിയ പാടുകളും അവരുടെ കയ്യില്, മുഖത്ത്, ചെവി ഭാഗത്ത്, കഴുത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളില്, പ്രൈവറ്റ് ഏരിയാസില്, ഈ ഭാഗത്തെല്ലാമായിട്ട് കാണാനായിട്ട് സാധിക്കും. 2 വയസ്സിന് മേളിലുള്ള കുട്ടികളില് മുഖത്ത് വരുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ശരീരഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇടുക്കും മടക്കുമായിട്ടുള്ള ഭാഗങ്ങളിൽ ശക്തമായ ചൊറിച്ചിൽ. ഈ ചൊറിച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. പകൽ സമയത്ത് നമുക്കിത് അധികം ഫീൽ ചെയ്യില്ല. എന്നാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാത്രിയിൽ നമ്മുടെ ഉറക്കം കെടുത്തുമാറ് ഇതിന്റെ ചൊറിച്ചിൽ അത്രയും ശക്തമായിരിക്കും. സ്കേബീസ് കണ്ടാൽ എങ്ങനെയിരിക്കും? ഇത് ചിലർക്ക് ചൂടുകുരു പോലെയുള്ള ചെറിയ കുരുക്കളായിരിക്കും. ചിലർക്ക് വെള്ളം നിറഞ്ഞതുപോലെയുള്ള വെസിക്കുലാർ ലീഷൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ചിലർക്ക് ചൊറിഞ്ഞു ചുട്ടിയ പാടുകൾ പോലെയായിരിക്കും കാണുന്നത്. വളരെ കുറച്ച് ആൾക്കാരില് ഇത് നൊഡുലാർ, അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നതുപോലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. സ്കേബീസ് വന്നു കഴിഞ്ഞാൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. നമ്മൾ കുടുംബത്തിൽ താമസിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് മറ്റു ഫാമിലി മെമ്പേഴ്സിലേക്ക് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊരു ഹോസ്റ്റൽ മേറ്റ് ആണെങ്കിൽ നമ്മുടെ റൂമിലുള്ള മറ്റ് ഇൻമേറ്റ്സിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സ്കേബീസിന്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പല വ്യക്തികളിലും ഇത് ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതിയായിരിക്കാം. എന്നാൽ വളരെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 7 ദിവസം കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ ഈ ട്രീറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് കേവലം ഒരു ക്രീമാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യമായി നമ്മൾ പ്രോപ്പറായിട്ടുള്ള വ്യക്തി ശുചിത്വം എടുക്കണം. അതായത് നമ്മൾ നന്നായി കുളിച്ച് ബോഡി നന്നായിട്ട് ഡ്രൈ ചെയ്തതിനു ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫേസിലും സ്കാൽപ്പിലും ഒപ്പം കഴുത്തിന് താഴോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന് ചുറ്റും ഇടാൻ പാടുള്ളതല്ല. എന്നാൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും കഴുത്തിന് താഴോട്ട് കാൽപാദം വരെ ഈ ക്രീമുകൾ ഇടാവുന്നതാണ്. ഇത് നമ്മുടെ കൈയുടെ വിരലുകൾക്കിടയിലും ഇടുക്കും മടക്കും എല്ലാ ഭാഗവും ഈ ക്രീം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ഈ ക്രീം ഇട്ട് കഴിഞ്ഞ് ഇത് ശരീരത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ധരിക്കാവുന്നതാണ്. ഈ ക്രീം നമ്മുടെ ശരീരത്ത് 8 തൊട്ട് 12 മണിക്കൂർ വരെ കോണ്ടാക്ട് ഉണ്ടാവേണ്ടതാണ്. അതായത് 12 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ക്രീം ഇട്ടതിന് ശേഷം കൈ കഴുകാൻ പാടുള്ളതല്ല. കാരണം കൈയുടെ മടക്കുകളിൽ നമ്മൾ പ്രത്യേകം ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വ്യക്തിക്ക് മാത്രമുള്ള ട്രീറ്റ്മെന്റ് അല്ല. ഫുൾ ഫാമിലി മെമ്പേഴ്സും ആ വ്യക്തിയോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.